അളിയ, നീ എന്താ ഈ വെക്കേഷന് തറവാട്ടി പോയില്ലായിരുന്നോ? അയ്യോ, ഓർമ്മിപ്പിക്കലേടാ. ഇവിടുന്ന് ഒരുത്തനെ കൊണ്ടുപോയതേ എനിക്ക് ഓർമ്മയുള്ളൂ. അതെന്താണ്, അതിന് കഴിഞ്ഞ പ്രാവശ്യം നീ ആരെയാ കൊണ്ടുപോയത്? ഷിബുവിനെ അല്ലായിരുന്നോ? അതെ അതെ, ഈ മഹാനതനെ ഞാൻ കൊണ്ടുപോയത്. അമ്മൂമ്മ അവിടെ തന്നെ തല്ലി ഓട്ടിക്കാഞ്ഞ എന്റെ ഭാഗ്യം. ദേ അത്രയ്ക്ക് തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, അടന് നീ. അതെ, പ്രത്യേകിച്ച് വലിയ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല. വഴി മര്യാദയ്ക്ക് നടന്നു പോയ 3 പെണ്ണുങ്ങളെ നോക്കി നോക്കി അവ ഒരുക്കി കളഞ്ഞു അവൻ. അവസാന പെണ്ണുങ്ങളുടെ വീട്ടിൽ നിന്ന് അവരുടെ അമ്മമാരും അച്ഛന്മാരും ഒലക്കെടുത്തിട്ടാണ് വന്നത്. അപ്പൊ അമ്മൂമ്മ എന്നെ അവിടെ നിന്ന് ഇറക്കിയതാ. അതൊക്കെ വിട്. നിങ്ങൾ തിക്കുടു സാറിന്റെ സ്റ്റാറ്റസ് നോക്കിയിരുന്നോ? നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും ഒക്കെ ഒറ്റയ്ക്കല്ലേന്നാ പുള്ളി പറയുന്നത്. ഇതാണ് പറയുന്നത്. ഇപ്പോഴത്തെ സാറുമാർക്കൊന്നും ഒരു ബുദ്ധിയില്ല. നമ്മൾ ജനിക്കുമ്പോൾ നമ്മളുടെ അടുത്തൊക്കെ എത്ര ഡോക്ടേഴ്സ് ആണുള്ളത്, നമ്മൾ മരിക്കുമ്പോഴും നമ്മളുടെ അടുത്തൊക്കെ എത്ര ആൾക്കാരാണുള്ളത്. ചെടികളില്ലേ, മരങ്ങളില്ലേ, ഇതൊക്കെ നമ്മൾ ജനിക്കുന്ന മരിക്കുന്നൊക്കെ ഒറ്റക്കാലെന്ന് പറയുന്നത് എന്ത് മണ്ടത്തരാണ്. ഓ, എനിക്കും തോന്നി ചുമ്മാതല്ല ഇവന് മരങ്ങളോടും ചെടികളോടൊക്കെ ഇത്ര ഇഷ്ടം. ഇവൻ ജനിച്ചപ്പോ ഇവന്റെ കാലിന് മുളച്ചു വന്നതേ 5 ചെടിയാന്നാ കേട്ടത്. എടാ പൊട്ട, സാർ ഉദ്ദേശിച്ചെന്താന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മയുടെ വയറ്റിന്ന് ജനിക്കുമ്പോൾ ഒറ്റക്കല്ലേ ജനിക്ക, എനിക്ക് ട്വിൻബ്രദറൊന്നും ഇല്ലാലോ, അതേപോലെ മരിക്കുമ്പോൾ ഒറ്റക്കല്ലേ മരിക്കാന്നാണ്. ഇല്ലാതെ ഇങ്ങനെയല്ല. ഞാൻ ഉங்களிடம் ഒരു സന്ദേഹം കേൾക്കലാമാ? നീ ചോദിക്കടി. മലയാളത്തില് നായ്ക്ക് എന്നെ சொல்லுவே? നായ്ക്ക് പട്ടിന്ന് പറയും. ഉടൈந்ததுக்கு എന്നെ சொல்லுவே? പൊട്ടിന്ന് പറയും. പെട്ടിക്ക് പെട്ടിന്ന് താനേ சொல்லுவே? പെട്ടിക്ക് ഞങ്ങള് പെട്ടിന്ന് തന്നെയാ പറയാ. அப்போ நீங்க இதுக்கு என்ன சொல்லுவே? ஒரு நாய் வந்து என் பொரோட்டையை எடுத்துட்டு போனாச்சு. ஸோ நான் அந்த நாய்க்கு ஒரு ஸ்லாப் கொடுத்து ஒரு பெட்டியில வச்சு பூட்டியாச்சு. அப்போ ஒரு முட்டாள் வந்து அந்த பெட்டியை உடைச்சு அந்த நாய்க்கு பொரோட்டா கொடுத்து என்னை ஒரு முட்டாளாக்கி விட்டார்கள். അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഒരു പട്ടി വന്നിന്റെ പൊറോട്ട എടുത്തിട്ട് പോയപ്പോ ഞാൻ ആ പട്ടിക്ക് ഇട്ടൊരെണ്ണം പൊട്ടിച്ചിട്ട് ഒരു പെട്ടിയിലിട്ട് പൂട്ടി. അപ്പോ ഒരു പൊട്ടി വന്ന് ആ പെട്ടിയെ പൊട്ടിച്ചിട്ട് ആ പട്ടിക്ക് പൊറോട്ട കൊടുത്ത് എന്നെ ഒരു പൊട്ടിയാക്കി വിട്ടു. മനസ്സിലായോ? അട അപ്പാവേ, എന്നടാ ഇത്? അത് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കുമ്പോഴേ ഈ ഷിബുവില്ലേ നല്ല കന്നഡ പറയുന്നടാ, നല്ല അസലായിട്ട്. എനിക്ക് തോന്നുന്നു ഇവന്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഗേൾഫ്രണ്ട് കന്നഡ ആയിരുന്നെന്ന്. ആര്? ഷിബുവാ? കന്നഡയാ? ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എനിക്കറിയാം നിങ്ങളൊന്നും വിശ്വസിക്കൂലെന്ന്, അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കേൾപ്പിക്കാം. ദൈവമേ, പണി പാളിയല്ലോ. ఏమండి చెప్పండి, ఏకేండి చారండి ఇష్టండి, ఏగండి పేరండి శిబుండి, మీంగండి పేరండి కేండి, കിണ്ടി മേരേണ്ടി കേരളേണ്ടി, അല്ലടാ തമിഴ്നാട്ടില് നമേണ്ടി എപ്പേണ്ടി മീറ്റേണ്ടി. എന്റെ പൊന്നെ ദൈവമേ, ഞാൻ ഇതൊന്നുമല്ല ഓർക്കുന്നേ. ഏത് ഭൂലോക പൊട്ടനാടാ നിനക്കിത് പറഞ്ഞു തന്നത്? അത് പിന്നെ ഓരോ വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഒരു ANDA ചേർത്ത് കഴിഞ്ഞാ കന്നഡയായി ഞാൻ അങ്ങോട്ട് വിചാരിച്ചു പോയിടാ. വല്ലാത്തൊരു വിചാരമായി പോയി എന്റെ ഷിബുവേ. എടാ അതൊക്കെ നിങ്ങൾ വിട്. ഇപ്പൊ നിങ്ങൾ ഈ ജോയലിന്റെ കല്യാണക്കാരി അറിഞ്ഞു? എന്തോ ഏഞ്ചൽ എന്നാണ് പെങ്കൊച്ചിന്റെ പേര്. ഞാൻ ഫോട്ടോ കണ്ടിരുന്നു, നല്ല പെങ്കൊച്ച. എഞ്ചിനാ? അങ്ങനൊക്കെ പേരിടാ? പുതിയ പേരാണെന്ന് തോന്നല്ലേ? ഇടി പൊട്ടി, എഞ്ചിൻ അല്ലടി, ഏഞ്ചല്. ആ ഫോട്ടോ ഉണ്ടെങ്കിൽ എന്നെയും കൂടെ ഒന്ന് കാണിക്കടാ, ഞാൻ കണ്ടില്ല. എന്താണ് ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പാന്റ് ഇടാൻ മറന്നോ എക്സ്പ്രഷൻ എഴുന്നേ? നേരെ ചൊവ്വേ കരയാ അറിയാൻ പാടില്ലാത്തവനെ നീ കാര്യം പറഞ്ഞിട്ട് പോകടാ. എന്റെ ലക്ഷ്മി എന്നെ ചതിച്ചേ. എടാ നീ കരയാണോ ചിരിക്കണോ എന്ന് പോലും മനസ്സിലാവുന്നില്ലടാ. എടാ നീ ഇങ്ങനെ മോങ്ങിയിട്ട് കാര്യമില്ല, ഇന്നവന്റെ കല്യാണാ. ഇതിങ്ങനെയായിട്ടാ പറ്റില്ല, എനിക്ക് റിവെഞ്ച് വേണം. നീ വാരി തീർത്തേ. എടാ എങ്ങോട്ടാണ് നിങ്ങളൊക്കെ പോണത്? ഇന്ന് അവളുടെ കല്യാണത്തിന് പോയിട്ട് അവിടെയുള്ള ഫുഡ് മുഴുവൻ ഞാൻ ഇവിടെ തിന്ന് തീർത്തിട്ട് അവരുടെ കല്യാണത്തിന് വരുന്നവർക്ക് ഫുഡില്ലാതെ അവളെ മുടിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ഷിബു എന്നല്ല.
ഫുഡ് ഞാൻ പോണ. എന്നാ പിന്നെ പറയണ്ടേ, നമുക്ക് ഒരുമിച്ച് പോയി മുടിപ്പിക്കാം. നീ വേടാ. എന്റെ ഗുരുവായൂരപ്പാ, നീ കാത്തോളണേ.